സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. 4-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണമെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അള്ളാഹുവിന് ഇത്രയധികം വാഴ്ത്തപ്പെടാനുള്ള കാരണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് വന്ന ആയത്തുകളിൽ. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഈ 2 ആയത്തുകളും വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട, പ്രശംസിക്കേണ്ട, തസ്ബീഹ് ചൊല്ലേണ്ടതിന്റെ ആവശ്യകത നമ്മൾക്ക് മനസ്സിലായി. ആ 2 ആയത്തുകളിൽ അള്ളാഹു നിർത്തുന്നില്ല. വീണ്ടും അള്ളാഹുവിനെ പ്രശംസിക്കാൻ മനുഷ്യൻ എത്രയോ അധികം കടംപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചോതുന്ന 2 ആയത്തുകൾ കൂടെ അല്ലാഹു തആല പറഞ്ഞു. വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വാ. ഈ 2 ആയത്തുകളും 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ, അതിൽ 2 മുതലുള്ള 4 ആയത്തുകളും അള്ളാഹുവിനെ പ്രശംസിക്കാൻ എന്താണ് കാരണം എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ജീവികളിലുള്ള മാറ്റങ്ങളും അവരുടെ സൃഷ്ടിപ്പിനെയും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും സൃഷ്ടിക്കുകയും അതിനെ നമ്മളാരും നിയന്ത്രിക്കാതെ അള്ളാഹു നേരത്തെ അത് സമപ്പെടുത്തുകയും ഓരോ ജീവികൾക്കുമുള്ള മാർഗദർശനം അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്ത 2 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു വല്ലദീ അഖ്റജൽ മർഅ. വേനലും ശൈത്യവും, ഉഷ്ണവും ശൈത്യവും കാലാവസ്ഥയിലുള്ളതാണ്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ഭൂമിയിൽ പുല്ല് മുളച്ചു വരും. ആ പുല്ല് നല്ല പച്ചപ്പുണ്ടാകും. ആ പച്ചപ്പ് കൊണ്ട് ഒരുപാട് ജീവികൾക്കും മനുഷ്യർക്കും ഉപകാരങ്ങളുണ്ട്. മാവിൽ കായ്ക്കുന്നത് എല്ലാ കാലത്തും ഉണ്ടാവില്ല, അതിനൊരു സീസൺ ഉണ്ടാവും. പ്ലാവിൽ ചക്ക കഴിക്കുന്നതും എല്ലാ സമയത്തും ഉണ്ടാവില്ല, അതിനൊരു സീസൺ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും സീസൺ ഉണ്ടല്ലോ. അപ്പൊ കാലാവസ്ഥയിൽ ചേഞ്ച് വരുമ്പോഴാണ് ഈ കായ്ക്കനികളിലെല്ലാം ചേഞ്ച് ഉണ്ടാകുന്നത്. അത് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനാണ്. നമ്മൾ എന്ത് ചെയ്താലും ഈ ഒരു കാലാവസ്ഥയുമായി യോജിച്ചു വരാതെ നമുക്കതിൽ കായ്ക്കനികൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ കാലാവസ്ഥയിൽ ചേഞ്ച് വരുത്താനോ ഒന്നും മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്നില്ല. എന്തെല്ലാം കണ്ടുപിടിച്ചു മനുഷ്യൻ. കാലാവസ്ഥയിൽ നോക്കൂ നിങ്ങൾ, മഴ വർഷിക്കുക എന്നുള്ളത് സാങ്കേതിക വിദ്യകളെ കൊണ്ട് ലോകം കണ്ടെത്താത്തതൊന്നുമില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഴയില്ലാതെ വലിയ വിഷമത്തിൽ ആണ്ടു നിൽക്കുന്ന മനുഷ്യർക്ക് മഴ നൽകാൻ ശാസ്ത്രത്തിനാകുന്നില്ല. അല്ലേ? ദുബായിൽ അവര് കൃത്രിമമഴയൊക്കെ പെയ്യിപ്പിച്ചിരുന്നു. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് വേണ്ട രീതിയിൽ മനുഷ്യനോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ആവശ്യമായ മഴയോ മറ്റു ജീവജാലങ്ങൾക്ക് ആവശ്യമായ മഴയോ ഒന്നും അത് എത്തിക്കുന്നില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. സാധ്യതകളെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു സാധ്യതകൾ മാത്രം. മഴയില്ല ഇവിടെ ഇന്നും മഴ വേണം എന്ന് പറഞ്ഞ് മഴ പെയ്യിപ്പിക്കാൻ ശാസ്ത്രത്തിനാകുന്നില്ല. ഇവിടെയാണ് അല്ലാഹു തആല പറയുന്നത് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ്? മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം അല്ലാഹു ഇറക്കി തന്നിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് തരാനുള്ളത്? ആകാശത്ത് നിന്നുള്ള മഴ വർഷിപ്പിച്ചിട്ടില്ല എങ്കിൽ വെള്ളം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? അല്ലാഹു വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. മഴയില്ലാതെ വിഷമിക്കുമ്പോ മനുഷ്യന്
മഴ വർഷിപ്പിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിന് മനുഷ്യർക്ക് കഴിയുന്നില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യാമാകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളെ ഇന്ന് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്നൊന്നുകൂടെ മനസ്സിലാക്കും. ചൂടിന്റെ കാഠിന്യം അല്ലെ, തീ കത്തിക്കാൻ ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ മറ്റൊരിടത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട ബൈക്കിന്റെ സീറ്റ് വെയിൽ കൊണ്ട് കത്തുകയാണ്. ഇവിടെ മനുഷ്യൻ തീ കത്തിക്കാൻ ഗ്യാസ് ഇല്ലാതെ ഇടങ്ങാറാകാണ്. അപ്പോഴാണ് ഒരു സംവിധാനങ്ങളില്ലാതെ റോഡ് സൈഡിൽ നിർത്തിയിട്ട, കൊച്ചിയിലാണ്, റോഡ് സൈഡിൽ നിർത്തിയിട്ട ബൈക്കിന്റെ സീറ്റ് വെയിൽ കൊണ്ട് കത്തുകയാണ്. ഇത് അല്ലാഹു തആല കാലാവസ്ഥകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഉണ്ടായ വ്യതിയാനങ്ങളാണ്. മഴ പെയ്യിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ടാകുന്നില്ല, എന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മഴ വർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നിന്നൊരു അനുഭവം നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടും കണ്ടിട്ടും ഉണ്ടാകും. നാട്ടിലെ ചെറുപ്പക്കാരായ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ കുറച്ച് ചെറുപ്പക്കാര് പള്ളിയിലെ ഉസ്താദിന് ഫോൺ വിളിക്കുകയാണ്. എന്താണ് ആ ഫോൺ വിളിയിലുള്ളത്? അതിന്റെ റെക്കോർഡ് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കിട്ടിയിട്ടുണ്ടാകാം. ആ റെക്കോർഡിൽ എന്താണ്? ഉസ്താദെ, നമ്മള് ഇന്ന സ്ഥലത്തു നിന്നുള്ള ചെറുപ്പക്കാരാണ് വിളിക്കുന്നത്. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, മനസ്സിലായി, എന്താ പറഞ്ഞോളൂ. അപ്പൊ അവര് പറയാണ്, നമുക്കൊരു കൂട്ടുപ്രാർത്ഥന നടത്തണ്ടേ ഉസ്താദെ? അപ്പൊ സഹിക്കണം, എന്തിനാണ്? അപ്പൊ അവര് പറയുന്നു, മഴയില്ലല്ലോ. മഴ നമ്മുടെ ചുറ്റുപാടത്തെ നാടുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് മഴയില്ല. അപ്പൊ നമുക്കൊരു കൂട്ടുപ്രാർത്ഥന നടത്തല്ലേ? അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ പരിപാടി ഉദ്ദേശിക്കുന്നത്? ആ ചെറുപ്പക്കാരോട് ചോദിക്കാണ്. നാടിന്റെ അഭിമാനമാകുന്ന യുവത്വങ്ങൾ അവരോട് ചോദിക്കാണ്, ഉസ്താദ് എന്താ നിങ്ങൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവരിങ്ങോട്ട് പറയാണ്, ഞങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ഒരു മങ്കൂസ് മൗലൂദ് അങ്ങോട്ട് ഓതാ, എന്നിട്ട് അങ്ങോട്ട് ദുആ ചെയ്യാം. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, അമ്മ ആ കൂട്ടത്തിൽ നമുക്ക് ആ പരിപാടിയിൽ തന്നെ നമ്മുടെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യാലോ എന്ന് പറഞ്ഞ് ആ പരിപാടി സംഘടിപ്പിക്കുന്ന വീഡിയോ പിന്നെ കാണിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ നല്ലൊരു ഓപ്പൺ സ്റ്റേജ് തയ്യാർ ചെയ്തു. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചോ, നാട്ടിൽ എല്ലാവരെയും ക്ഷണിച്ചോ, വീട് വീടാന്തരം കയറി ഇറങ്ങി. അപ്പൊ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്, പുരുഷന്മാർക്ക് സൗകര്യമുണ്ട്. ഒരു റോഡിന് തൊട്ട് അരികിൽ തന്നെ നീണ്ട നിരയിൽ നല്ല കസേരകൾ നിർത്തി നല്ല സദസ്. ആ സദസ്സിൽ മങ്കൂസ് മൗലിദ് ഓതി തുടങ്ങി. ആ മൗലിദ പരിപാടി അവസാനിപ്പിച്ചപ്പോഴേക്ക് മഴ പെയ്ത് എല്ലാവരും റോഡരികിലെ കടയുടെ വരാന്തയിൽ ഇങ്ങനെ മഴ കൊള്ളാതെ നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടുത്തെ ശാസ്ത്രത്തിന് ഇതിന് കഴിയില്ല. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു തആല ഉത്തരം നൽകി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഇവിടെയുള്ള മീഡിയകൾ മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്തപ്പോൾ മഴ പെയ്തു എന്നൊന്നും മീഡിയകളാരും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആലയാണ് കാലാവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതും ചേഞ്ച് വരുത്തുന്നതുമെല്ലാം. ഇവിടെ ശാസ്ത്രത്തിന് അതിൽ ഇടപെടാനോ അതിലൊന്നും യഥാർത്ഥമായി കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാണ്, ഇത് വലിയൊരു പോയിന്റ് ആയിട്ട് അള്ളാഹ് വെക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാരണം, വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വാ. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കാലാവസ്ഥ മാറി വരുന്നുണ്ട്. നല്ല രീതിയിൽ പച്ചയുള്ള പുല്ലുകൾ മുളച്ചു വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആ പുല്ലുകൾ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. എന്നാൽ വേനൽ വരുന്നുകൊണ്ടും മഴ വരുന്നത് കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ട്. ഇത് രണ്ടും സംവിധാനിക്കുന്നതാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. അതുകൊണ്ട് നബിയേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലാ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ഈ 5 ആയത്തുകളിൽ ആ വിഷയം പൊതുജനങ്ങളോട് പറയുന്ന ആ ഒരു സംസാരം അവിടെ നിന്നു. ഇനി ബാക്കി ഭാഗത്ത് അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖാസായിട്ട് പ്രത്യേകമായിട്ട് പറയാണ്, നബിയെ, അങ്ങേക്ക് വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഓർമ്മശക്തിയും എല്ലാം അല്ലാഹു നൽകുന്നുണ്ട് എന്നതിന്റെ സന്തോഷം അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. സനുഖരിഉക ഫലാ തൻസാ ഇല്ലാ മാ ഷാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽയുസ്റാ. സനുഖരിഉക ഫലാ തൻസാ. നബിയെ, അങ്ങേക്ക് നമ്മൾ ഓതിത്തരാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
ഫലാ തൻസ നബിയെ, ആ ഓതിത്തരുന്ന ഖുർആനിനെ അങ്ങ് മറന്നു പോവുകയില്ല. അങ്ങനെ അങ്ങേക്ക് വലിയ ഓർമ്മശക്തി നമ്മൾ നൽകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു നിഅമത്തിനെ അള്ളാഹു എടുത്തു പറയാണ്. ഒരു ആശ്വാസം കൂടെയാണ്. ഒരു ഉസ്താദിന് ഒരു ശിഷ്യനോട് ചെയ്യേണ്ട വലിയ ഒരു ഏറ്റവും ബെസ്റ്റായ ഒരു റൂട്ടാണത്. അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ സനുഖരിഉക ഫലാ തൻസാ ഇല്ലാ മാ ഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഖുർആനെ അള്ളാഹു തആല ഓതി കേൾപ്പിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, ഉമ്മിയായ മുത്തുനബി തങ്ങൾ. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയില്ല, അക്ഷരവും ഒന്നുമില്ല, ഒന്നും അറിയില്ല. സ്കൂളിൽ പോയിട്ടില്ല, ഒരു കലാലയത്തിൽ പോയിട്ടില്ല, എവിടെയും പോകാത്ത ഒരു നേതാവ് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറബിയിലെ ഏറ്റവും സാഹിത്യമായ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയുണ്ട്. ആ സമയത്ത് തങ്ങളോട് സമാധാനത്തിന്റെ വാക്ക് പറയാൻ, നബിയെ നിങ്ങൾ ഇത് ഹിഫ്ളാക്കണം, ഇത് നിങ്ങൾക്ക് അള്ളാഹു മറപ്പിച്ചു തരില്ല, നിങ്ങൾ മറന്നു പോവുകയില്ല. നിങ്ങൾക്ക് ഓർമ്മശക്തിയും ഏറ്റവും കൂടുതൽ ബുദ്ധിയും ഓർമ്മശക്തിയും മറവിയില്ലാത്ത നേതാവാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തങ്ങളോട് പറയാണ്, സനുഖരിഉക ഫലാ തൻസ, നബി അങ്ങ് മറക്കൂല, അങ്ങ് ഇത് കേൾക്കണം, ഇത് ഓതണം, അങ്ങനെ മറവി സംഭവിക്കൂല. ഏറ്റവും കൂടുതൽ അറിവുള്ളതും ആ നേതാവാണല്ലോ. നോക്കൂ നിങ്ങൾ, ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടുപോയി അല്ലെ. ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പ്രധാനമായ ഉത്തരവാദിത്തമുള്ള ആളുകൾ അവര് മരണപ്പെട്ടു, വഫാത്തായി പോയി. എന്നാ പിന്നെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെ പിന്നീട് പരിചരണങ്ങൾ ഏറ്റെടുത്ത മൂത്താപ്പയുണ്ടായിരുന്നു. ഇവരാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടില്ല. പഠനത്തിന് വേണ്ടി ഒരു ട്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനം, എഴുത്ത്, വായന ഇത് എവിടെ നിന്ന് കിട്ടും, ആ കാലഘട്ടത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് പോലും അയച്ചിട്ടില്ല. ഇതെന്താ കാരണം? എന്താണ് ഇതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയും ബാപ്പയും ചെറിയ കാലത്ത് വേർപിരിഞ്ഞാലും ബാക്കി കുടുംബങ്ങൾ അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തി അല്ലെ. അബൂ താലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്ന് വലുതായി വന്ന് ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വന്ന എതിർച്ചകൾക്ക് മുഴുവനും ഒരു താങ്ങായി നിന്ന ഒരാൾ കൂടെയായിരുന്നു. അത്രയും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരാൾ ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചില്ല? അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മനുഷ്യൻ 40ാമത്തെ വയസ്സിൽ പുതിയ ചില വിദ്യാഭ്യാസങ്ങളുമായി വരികയാണ്. നമ്മള് ചെറിയ പ്രായത്തിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഇപ്പോ 40ാം വയസ്സിലല്ല ഒരാൾ പഠിക്കാൻ പോണത്. ചെറിയ പ്രായത്തിൽ പഠിച്ച് അത്യാവശ്യം ഒരു നല്ലൊരു ജോലിക്ക് കയറിയിട്ട് കുറച്ച് നിൽക്കുന്ന സമയമാണ് ഈ 40ാമത്തെ വയസ്സ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്ഷരം അഭ്യാസമില്ലാത്ത ഒരു നേതാവ് 40ാമത്തെ വയസ്സിൽ വരികയാണ് വിശുദ്ധ ഖുർആനുമായിട്ട്. അത് എവിടുന്ന വരുന്ന? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദെടുത്ത് ഇറങ്ങിയവരില്ല. ഹിറാ ഗുഹയിൽ 40 ദിവസം ഏകാന്തവാസം നയിച്ച് അതിനുശേഷം ഒഴിഞ്ഞൊരു സ്ഥലത്ത് അവിടെ പോയിരുന്ന് ആരുമില്ലാത്ത മലമുകളിൽ പോയി അവിടെ ഇരുന്നിട്ട് ആ കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന ഒരു പ്രാന്തപ്രദേശത്ത് നിന്ന് ഒരു ഗുഹാന്തരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഈ വലിയ വലിയ വിജ്ഞാനത്തിന്റെ സത്യ വിളമ്പുന്നത്. ഇത് അത്ഭുതമാകണം. അപ്പോഴാണ് ഇതിന് അജബുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു തആല നേരത്തെ തന്നെ ഒരക്ഷരം പഠിക്കാനുള്ള സൗകര്യം പോലും അല്ലാഹു തആല ഒരുക്കിയില്ല. ഇത് ഇപ്പോൾ വേണ്ട. കാരണം നേരത്തെ അക്ഷരം അറിയുന്ന ഒരാൾ ഇങ്ങനെ പോയി ഒരു പർവ്വത മുകളിൽ പോയിരുന്ന് അദ്ദേഹത്തിന് എഴുതിയുണ്ടാക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയുമെന്ന് പറയാൻ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതുപോലും വേണ്ട, ഉമ്മിയാകണം, എഴുത്തു വായന അറിയില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു മനുഷ്യൻ, ആ നേതാവ് എവിടെയെങ്കിലും ഒരു പഠന സ്ഥാപനത്തിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി വരില്ല. ഒരു മലമുകളിൽ പോയിരുന്ന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് വിശുദ്ധ ഖുർആനിനെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. പോയി
പോയി വന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ ആഴം എത്രയാണെന്ന് കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ശാസ്ത്രം വരെ അതിന്റെ മുമ്പിൽ തോറ്റിരിക്കുകയാണ് അല്ലേ? 6-ാം നൂറ്റാണ്ടിൽ അന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരത്തിന്റെ ആഴം നോക്കൂ നിങ്ങൾ. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഅ്ജിസത്തിനെ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറയുന്നുണ്ട്, കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയത്തി വത്തദീബി ഫിൽ യുത്മി. ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ അറിവിനെ കുറിച്ച് പറയുമ്പോൾ ഈ അറിവ് മതി അവിടുത്തെ മുഅ്ജിസത്ത് ആയിട്ട് നമുക്ക് കാണിക്കാൻ. ഈ അറിവ് മതി, തങ്ങളുടെ ഈ അറിവനുസരിച്ച് അത് മാത്രം മതി തങ്ങളുടെ വലിയൊരു മുഅ്ജിസത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ. നോക്കൂ നിങ്ങൾ, തങ്ങൾ വന്ന് പറഞ്ഞിരുന്ന ആ അറിവിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്റെ ജനനം എങ്ങനെ, മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, സിക്താണ്ഡം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ അട്ട ഒട്ടിപ്പിടിക്കുന്നത് പോലെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് എന്ന് 6-ാം നൂറ്റാണ്ടിനോട് വിശദമായി വിളിച്ചു പറയാണ് നേതാവ്. ഗർഭം എന്തെന്ന് സ്കാനിംഗ് ഇല്ലാത്ത സാഹചര്യം കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഗർഭസ്ഥ ശിശുവിന്റെ ഓരോ ഘട്ടങ്ങളെയും വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ് ആ സമുദായത്തോട്. MBBS കഴിഞ്ഞ് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് MBBS കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥി പറയുന്നതല്ല. മലമുകളിൽ 40 ദിവസം പോയി ഇരുന്ന് ആരാധനയിലായി കഴിഞ്ഞ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു നേതാവ് സമൂഹത്തിന്റെ ഇടയിൽ 6-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ എത്രത്തോളം കാലഘട്ടം പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ വിളിച്ചു പറയാണ് നേതാവ് എങ്ങനെയാണ് ഒരു ശിശു ഉണ്ടാകുന്നത് എന്ന്. സ്ത്രീകളുടെ ഹൈള് രക്തം കട്ട പിടിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة من قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ശാസ്ത്രം ഒരു ഡോക്ടർ പറയുന്നതിനേക്കാൾ, ഒരു കണ്ടുപിടുത്തക്കാരൻ പറയുന്നതിനേക്കാൾ കൃത്യമായാണ് തങ്ങൾ വിളിച്ചു പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. സൂറത്തുൽ മുഅ്മിനൂനയിൽ അല്ലാഹു പറയുന്നു, 12-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സമൂഹത്തോട് തങ്ങൾ പറയാണ്, മനുഷ്യൻ മണ്ണിൽ നിന്നാണ് അവൻ വരുന്നത്. മണ്ണിൽ നിന്നാണ് അവൻ വരുന്നത്. മണ്ണിൽ നിന്നാണ് അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നത്. പിന്നീട് ബീജമായി മാറുന്നു, മണ്ണ് ബീജമായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഈ ഭൂമിയിലുള്ള സസ്യങ്ങളും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ഭക്ഷിച്ചിട്ടാണ്, എല്ലാം മണ്ണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിട്ടാണ്, മണ്ണിൽ മുളച്ചു. അത് കാരണം അവന്റെ ശരീരത്തിൽ പിന്നീട് അത് ബീജങ്ങളായി മാറുന്നുണ്ട്. ആ ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിക്കുന്നത് എന്ന് ഖുർആൻ പറയാം. മുത്തനബി തങ്ങൾ പറയാണ് ആ സമുദായത്തോട്, തങ്ങളുടെ അറിവിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാക്കണം. ഇവിടെ തുമ്മ എന്നിട്ട് അള്ളാഹു പറഞ്ഞു. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, തുമ്മ ചെറിയ ഗ്യാപ്പല്ല, കുറച്ച് ഗ്യാപ്പുണ്ട് അവിടെ. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ബീജം അവൻ നിക്ഷേപിച്ചു. നിന്റെ ബീജം പിന്നീട് എന്തായി മാറുന്നു? അലഖതൻ, രക്തപിണ്ഡമായി മാറുന്നു.
എന്നിട്ട് അല്ലാഹു പറയാണ് ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ, അതേ ആ രക്തപിണ്ഡം പിന്നെ ഒരു മാംസകഷ്ണമായി മാറുന്നു. ഫഖലഖ്നൽ മുദ്ഗത ഇളാമാ, അത് പിന്നെ നല്ല ഉറച്ച എല്ലായി മാറുന്നുണ്ട്. ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ എല്ലിനെ പിന്നെ മാംസം പൊതിയുന്നുണ്ട്. പിന്നമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലായി അവൻ ജീവനോടെ പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതി വിശേഷം അവനുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ആയത്തിൽ തന്നെ ഒരു മനുഷ്യന് ഗർഭം ചുമക്കുന്നതിന്റെ പീരീഡിന്റെ ആ കാലത്തിന്റെ അളവ് പോലും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവിടെ ഫ എന്നിട്ടിട്ടാണ് പറഞ്ഞത്, സുമ്മ എന്ന് അവിടെ പറഞ്ഞില്ല. നോക്കിക്കോ, ഞാൻ ആയത്തൊന്നുകൂടി ഓതാം. അവിടെ സുമ്മ ചേർക്കുന്നില്ല. ആ ആയത്തിന്റെ തുടക്കത്തിൽ മാത്രം തുമ്മ വന്നു. പിന്നെ നോക്കിക്കോ, എല്ലാം ഫ എന്ന് കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഫ എന്ന് അറബിയിലെ ഗ്രാമർ പ്രകാരം നോക്കുമ്പോൾ അതറിയുന്ന ആളുകൾക്കറിയാം. ഫ എന്ന് ചേർത്തിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്തവിടെ സുമ്മ എന്ന് ചേർക്കാതിരുന്നത്? അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഫ എന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവിടെ സുമ്മയും ചേർത്തു. എന്തേ ഇതിനുള്ള വ്യത്യാസം? ഫ എന്ന് ചേർത്ത ഇടങ്ങളിലെല്ലാം രക്തപിണ്ഡം മാംസപിണ്ഡമാകുന്നു. മാംസകഷ്ണം പിന്നീട് എല്ലായി മാറുന്നു. പിന്നെ എല്ലിന് മാംസം പൊതിയുന്നു. ഈ പ്രോസസിംഗ് നടക്കുന്ന പീരീഡ് വളരെ ചുരുങ്ങിയ സമയമാണ്. അതുകൊണ്ടെല്ലാം ഫ ഫ എന്നിട്ട് പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ ആ പരിപാടി അവസാനിക്കും. 4 മാസത്തിനുള്ളിൽ ആ പരിപാടി അവസാനിക്കും. പിന്നീട് ഖുർആൻ പറഞ്ഞത് അത് പ്രസവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. 10-ാം മാസം അങ്ങോട്ട് എത്തണം, കുറച്ച് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് അവിടെ സുമ്മ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, രക്തപിണ്ഡം മാംസപിണ്ഡമായി അത് എല്ലായി അത് മാംസം പൊതിഞ്ഞ് ഒരു മനുഷ്യരൂപമായി മാറുന്ന ഈ ഫ എന്നിട്ട് പറഞ്ഞ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, അതിന്റെ സമയം എത്രയാണ് നബി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 40 ദിവസമാണ് ഓരോന്നിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. ഇന്ന് ശാസ്ത്രത്തിനോട് നിങ്ങൾ ചോദിച്ചാൽ 6 ആഴ്ചയാണ് പറയാ. 6 ആഴ്ച എന്ന് പറഞ്ഞാൽ 42 ദിവസം. 42 ദിവസം. 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഈ ചേഞ്ചിന്റെയും പ്രോസസിംഗ് നടക്കുന്ന ഓരോ ചേഞ്ചിന്റെയും ഇടയിലുള്ള ദിവസത്തിന്റെ ഗ്യാപ്പ് എത്ര എന്ന് വരെ ഒരു സ്കാനിങ്ങും ഇത്രയും കണ്ടെത്തലുകളില്ലാത്ത കാലഘട്ടത്തിൽ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നൊരു നേതാവ് വിളിച്ചു പറയാണ്, അക്ഷരാഭ്യാസമില്ലാത്തൊരു നേതാവ് വിളിച്ചു പറയാണ്, ഒരു കലാലയത്തിലോ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ കാൽമുട്ട് മടക്കി ഇരിക്കുകയോ ചെയ്യാത്തൊരു നേതാവ് പറയാണ് 40 ദിവസം ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഓരോ ഘട്ടങ്ങളിലും മാറ്റം വരാൻ ഉണ്ട് എന്ന്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ വിവരത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സനുഖരിഉക ഫലാ തൻസ. ഇത്രയും ഓർമ്മശക്തിയും വിവരവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വേറെയില്ല. തങ്ങളെ ഇൽമിനെ പറ്റി, തങ്ങളെ അറിവിന്റെ ആഴത്തെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ആയത്തിന്റെ ബാക്കി ഈ ആയത്ത് കഴിഞ്ഞ അടുത്ത് പറയുന്നെന്താ? പിന്നെ സുമ്മയിട്ടാണ് പറയുന്നത്, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരിക്കും. അവിടെ സുമ്മയാണ് പറഞ്ഞത്. ചിലപ്പോ കുറച്ച് സമയം കഴിയും മരിക്കാൻ, ഒരു 50-ഓ 60-ഓ പ്രായം കഴിയും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയും. അതുകൊണ്ട് അല്ലാഹു അവിടെ പിന്നെ പറയുന്നത് സുമ്മയിട്ടാണ്. പിന്നെയും പിന്നെ പുനർജന്മമാണ്, അതിനും കുറച്ച് സമയം കഴിയും. അവിടെയും അല്ലാഹു സുമ്മ ഉപയോഗിച്ചു. അപ്പോ ഇവിടെ മനുഷ്യന്റെ ഉത്ഭവം മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് കൊടുത്തനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയും, ഇതിപ്പോ ബീജത്തുനിന്ന് മാത്രമാണ് പറഞ്ഞത്. ശരിക്കും അങ്ങനെയല്ലല്ലോ. സ്ത്രീയുടെ അണ്ടവും കൂടിയിട്ടുള്ള സങ്കലിക്കുമ്പോഴാണ് അതിനെ സിക്താണ്ഡം എന്ന് പറയുന്നത്, അല്ലേ?
അങ്ങനെ സംഭവമായി മാറുന്നുണ്ട്. അതെന്തുകൊണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇൻസാനിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പുരുഷന്റെ മനുഷ്യന്റെ ബീജം അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അത് നിക്ഷേപിക്കുന്നു. അവിടുന്ന് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യന്റെ ഉൽപാദനം ഉണ്ടാകുന്നത്. അതിനോട് സൂചിപ്പിക്കുന്ന ആയത്തും പറഞ്ഞു. എല്ലാം ക്ലിയറാണ്. മാറ്റത്തിരുത്തലുകൾ ഒരിക്കലും ആവശ്യമേ ഇല്ല. അതാണ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, തങ്ങളുടെ വിവരത്തിന്റെ ആഴമാണ് നമ്മൾ പറഞ്ഞത്. ഇനി എത്രയോ തങ്ങളുടെ വിവരത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാനുണ്ട്. തങ്ങളുടെ ശാസ്ത്രീയമായ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല തങ്ങളുടെ വിവരത്തിന്റെ വലുപ്പം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. നബിയേ, അല്ലാഹു തആല അങ്ങേക്ക് വിശുദ്ധമായ ഖുർആനും അതിലെ വിവരങ്ങളും ഹിക്മത്തും അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു. ഏറ്റവും മഹത്തായ വിവരം അങ്ങേക്കാണ് അല്ലാഹു കൈമാറിയിട്ടുള്ളത്. അങ്ങാണെങ്കിലോ മാലം തക്കുൻ തഅലം, ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം അങ്ങേക്ക് അല്ലാഹു തആല നൽകുന്നത്. അങ്ങനെ നൽകിയ ഒരു നേതാവിന്റെ ആ മാർഗദർശനം അതിലെവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതും ഖുർആൻ തന്നെ പറയുന്നു, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു പറയാൻ, നബിയെ, അങ്ങയുടെ കൂടെ കൂടിയിട്ട് ഒരാൾ നാശായി പോയിട്ടില്ല. അങ്ങയുടെ കൂടെ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ അങ്ങനെയുണ്ട്. ചില മതനേതാക്കന്മാരും പണ്ഡിതന്മാരുടെ കൂടെ കൂടിയാലും മനുഷ്യൻ നാശായി പോകുന്നുണ്ട്. അങ്ങനെയുണ്ടല്ലോ. പക്ഷെ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ. തലയെ കെട്ടും വാലും കന്തൂറിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ കള്ളത്തരീത്തും കുലുമാലും ഒക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂടി, നല്ലവരെ കൂടെ കൂടിയിട്ട് നാശായി പോകുന്നുണ്ടെന്ന് മനുഷ്യന്മാര്. എന്നാൽ അള്ളാഹു പറയും, നബിയെ, അങ്ങയുടെ കൂടെ കൂടിയിട്ട് ഒരാൾ പോലും തെറ്റിലേക്ക് പോയിട്ടില്ല. അങ്ങ് നയിച്ചത് മുഴുവനും നേരിന്റെ മാർഗത്തിലാണ്. അങ്ങ് പറഞ്ഞതൊന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. എല്ലാം കൃത്യാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, നബിയെ, സനുഖ്രിഉക ഫലാ തൻസ, അങ്ങ് മറന്നു പോകുന്നില്ല. അതുകൊണ്ട് അങ്ങേക്കുള്ള വിവരം പോലെ വേറെ ആർക്കുമില്ല. 3 പേര് നിന്ന് സംസാരിക്കുമ്പോൾ 2 പേരൊരു സ്വകാര്യം പറയരുത്, അതൊരു നല്ല സ്വഭാവമല്ല എന്ന് വരെ ഒരു സുഹൃത്തു ബന്ധത്തിന്റെ വിഷയത്തിൽ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന്റെ അദബ് പഠിപ്പിച്ചു. അല്ലേ? അവിടുത്തെ പാഠങ്ങളിൽ ആദാബ് എന്ന് പറഞ്ഞ അധ്യായം തന്നെ കാണാനാകുന്നു. എല്ലായിടങ്ങളിലും എല്ലാ വശങ്ങളിലും തങ്ങളുടെ പാഠങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം ഒരു മനുഷ്യന്റെ അഭിമാനം കാത്തു. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും. വ്യഭിചാരത്തിലൂടെ ഒരു പെണ്ണിനൊരു കുഞ്ഞു ജനിച്ചാൽ നോക്കണം നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം മനുഷ്യന്റെ അഭിമാനം കാക്കാൻ. വ്യഭിചാരത്തിലൂടെ ഒരു പെണ്ണിനൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച് കുറെ കഴിഞ്ഞ് വലുതായി ആ കുഞ്ഞും അയാൾ മരിച്ചു എന്ന് സങ്കല്പിച്ചു. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഖബറിന്റെ അടുക്കൽ പോയിട്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കും. അല്ലേ? തൽഖീൻ ചൊല്ലിക്കൊടുക്കും. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇബ്നു അമത്തില്ല എന്നാണ്, ഉമ്മയിലേക്ക് ചേർത്തിയിട്ടാണ് തൽഖീൻ പറയാ. ഇബ്നു അമത്തില്ലയാണ് തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഉമ്മയിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് വാപ്പയിലേക്ക് ചേർത്തി പറഞ്ഞില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരിച്ചു കിടക്കുന്ന ഖബറടക്കുന്ന മനുഷ്യന്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവൻ അവിടെ പോലും അഭിമാനത്തിൽ ഒരു മിസ്സിംഗ് വന്നേക്കരുത് എന്ന് വിചാരിച്ച് അത്രയും സൂക്ഷ്മതയോടെ ഈ വിശുദ്ധമായ ഇസ്ലാമിനെ കൈമാറിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്നും ഒരാളെ അഭിമാനം കയ്യിലെന്നെ കിട്ടിയാണ്ടല്ലോ വിറ്റ് ചീന്തി കിട്ടാൻ നിൽക്കണം എന്തെങ്കിലും അല്ലേ ഒരാളെ പറ്റിയിട്ട്. തങ്ങൾ കബറടക്കി തെൽഖീൻ ചെല്ലുന്ന ഇടത്തിൽ വരെ അയാൾ അഭിമാനത്തിന് ക്ഷതമേൽക്കരുത് എന്ന് ശ്രദ്ധിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും വിവരം എല്ലാം മേളിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം മുതൽ തങ്ങളുടെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഭവ വിവകാശങ്ങളെല്ലാം ഈ ലോകത്തോട് വിളിച്ചോതിയതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ ഇന്നീ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് പറയുമ്പോൾ നമുക്ക് വേഗം ചെയ്യും അല്ലെ? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, വരാനിരിക്കുന്ന അവസാനങ്ങളിൽ വരാനിരിക്കുന്ന സംഭവങ്ങൾ വരെ ഇങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്താനും പ്രസ്താവിക്കാനും പ്രവചിക്കാനും കഴിയുന്ന ഒരാൾ ആരാണുള്ളത്? അതുകൊണ്ടാ പറഞ്ഞത് തങ്ങളുടെ വിവരത്തിനോട് ഒത്തുപിടിക്കാൻ വേറെ ഒരാളുമില്ല. എല്ലാ നബിമാർക്കും വിവരം കൊടുത്തത് എവിടുന്ന? ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പ് വന്നുപോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും വിജ്ഞാനത്തിന്റെ സദ്യ വിളമ്പിയ തളിക ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ തങ്ങളുടെ വിവരം ഖിയാമത്ത് നാളിന്റെ ഓരോ അടയാളങ്ങളും ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട്. വ്യഭിചാരങ്ങൾ അല്ലെ, വഴിയിൽ വ്യഭിചരിക്കുന്ന കാലഘട്ടം വരും, നിങ്ങളൊന്ന് ലേശം മാറി നിൽക്കുക എന്ന് പറയേണ്ട സാഹചര്യം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആലങ്കാരികമാണോ എന്ന് സംശയിച്ചു പോയിരുന്നു. പക്ഷെ ഈ കാലഘട്ടം അത് വിളിച്ചു പറയാണ്. അതിന്റെ പുലർച്ചെ നമ്മുടെ മുമ്പിലൂടെ കാണുകയാണ്. എത്രയോ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോന്നും തങ്ങൾ അതിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ വിളിച്ചു പറഞ്ഞത് എത്രയോ നമുക്ക് പറയാനുണ്ട്. ഇതെല്ലാം തങ്ങളുടെ വിവരത്തിന്റെ പരിധിയിൽ വരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള തങ്ങളുടെ അത്ഭുതകരമായ, നമ്മൾക്കറിയാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിലേക്ക് തങ്ങളുടെ വിവരത്തിന്റെ ആഴമെത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയാണ്, ഇല്ലാ മാഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു വിചാരിച്ചാൽ ഒഴികെ. അങ്ങ് ഓതിത്തരാം, ഒന്നും അങ്ങ് മറന്നുപോല, കൃത്യമായി മനഃപ്പാടമാക്കണം. ഇല്ലാ മാഷാ അല്ലാഹു, അല്ലാഹു വിചാരിച്ചാൽ ഒഴികെ എന്ന് പറഞ്ഞാൽ ചിലത് മറക്കേണ്ടതുണ്ട്, മറന്നുപോയാൽ കുഴപ്പമില്ലാത്തതുണ്ട്. അതേതാ? മൻസൂഖായ ആയത്തുകളുണ്ട്, ചില ഹുക്കുമകളുണ്ട്. ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് മുഴുവനും പിന്നീട് ആയത്ത് തുടർന്ന് കൊണ്ടുപോയിട്ടില്ല. ചില ആയത്തുകളിൽ ഹുക്കുമ മൻസൂഖായിട്ടുണ്ടാകും, ആയത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോ ഖുർആനിൽ വരാത്ത ആയത്തുകൾ അന്ന് ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായി ഇറങ്ങിയ ആയത്തായിരിക്കും, അത് പിന്നീട് മൻസൂഖായി പോവും, അത് ഖുർആനിൽ ഉണ്ടാകൂല. ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഹുക്കുമെ മൻസൂഖായി പോയിട്ടുള്ള ഖുർആനിൽ അത് ചേർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആയത്തുകളുണ്ട്. അപ്പൊ അങ്ങനെ ആയത്ത് തന്നെ ഒഴിവാക്കി പോയത് അത് വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് മറന്നു കളയാം, പ്രശ്നമില്ല. മറ്റൊരഭിപ്രായം മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ചില സമയത്ത് മറക്കും, പിന്നീട് ഓർമ്മ വരും ചെയ്യും. അവിടെയും ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ മറന്നു. ഉദാഹരണം പറയാം. 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. അപ്പോ മറവി സംഭവിച്ചല്ലോ അല്ലെ? മറവി സംഭവിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ ആയത്, മനഃപൂർവ്വമല്ലല്ലോ. അപ്പൊ അള്ളാഹു അവിടെ ഒരു മറവി കൊടുത്തു, മറന്നു പോകാം. എന്തിനാണ് ആ മറവി കൊടുത്തത്? അത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മറവി കൊടുത്തപ്പോ ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന മസല പഠിപ്പിക്കൽ കൂടെ അള്ളാഹു തആലയിൽ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച സമയങ്ങളിൽ ചിലതിൽ മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മറവിയാണ്. അല്ലാത്ത മറവിയൊന്നും തങ്ങൾക്കില്ല, ബുദ്ധിക്ക് പോരായ്മയില്ല. ഏറ്റവും കൂടുതൽ ഓർമ്മ ശക്തിയുള്ള നേതാവാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് തങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ അള്ളാഹു തആല ഖാസായിട്ട് പറയാൻ, നബിയെ
അങ്ങേക്ക് ഇത്രയും വലിയ ഇൽമും ഇത്രയും വലിയ ഓർമ്മശക്തിയും എല്ലാം അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സബ്ഹിസ്മ റബ്ബിക്കൽ അലാ, അങ്ങ് അവിടുത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. വിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിന്റെ എളുപ്പവും എല്ലാം അള്ളാഹു നൽകുന്നുണ്ട് എന്ന് തുടർ ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.